അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തീയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ് മംഗളൂരുവിൽ ചികിത്സയിലായിരുന്ന നാവികരിൽ ഒരാൾ ആശുപത്രി വിട്ടു. കടലിൽ നിന്ന് കത്തുന്ന കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം മൂന്നാം നാളും തുടരുകയാണ്. തീയുടെ തീവ്രത കുറഞ്ഞെങ്കിലും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായില്ല. 3 കപ്പലുകൾ ഇന്നലെ രാത്രിയിൽ നടത്തിയ തീയണയ്ക്കൽ ശ്രമമാണ് ഫലം കണ്ടു തുടങ്ങിയത്. കോസ്റ്റ് ഗാർഡിന്റെ സാമർഥ്, സചേത്, സമുദ്രപ്രഹരി എന്നീ കപ്പലുകൾ ദൗത്യം തുടരുന്നു. കടലിൽ കണ്ടെയ്നറുകൾ പതിച്ചുള്ള പാരിസ്ഥിതിക ആഘാതം ഒഴിവാക്കാൻ പൊല്യൂഷൻ കൺട്രോൾ വെസൽ ദൗത്യം തുടരുന്നുണ്ട്. നാവികസേനയുടെ INS സത്ലജിനെ ദൗത്യമേഖലയിൽ നിന്ന് പിൻവലിച്ചു. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ MS എൽസ 3യുടെ സർവേ ദൗത്യവുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി. അതേസമയം മംഗളൂരിൽ ചികിത്സയിലുള്ള നാവികരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഒരാൾ ഇന്ന് ആശുപത്രി വിടും. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഇവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.